വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. നമ്മുടെ എല്ലാവരുടെയും ഇമോഷണൽ പേഴ്സണാലിറ്റികളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചില വ്യക്തികൾ ഇമോഷണലി അല്പം കൂടെ ഡ്രിവൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സങ്കടകരമായ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അല്പം കൂടെ കൂടുതൽ സങ്കടം വരികയും ഒരുപക്ഷെ കണ്ണ് നിറയുകയും ഒരുപക്ഷെ അല്പം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരച്ചിൽ വരികയും ചെയ്യുന്ന പ്രകൃതക്കാരായ ആളുകളുണ്ട്. ഇത് ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഒരുപക്ഷെ ഭർത്താവ് അല്പം കൂടെ ഇമോഷണലി ഡ്രിവൺ പേഴ്സണാലിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഭാര്യ ആയിരിക്കാം. ഇവർ തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ മനസ്സിലാകാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് തമ്മിൽ അതിൻ്റെ പേരിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരികയും ഭാര്യ നിരന്തരമായി എന്തെങ്കിലും സങ്കടങ്ങൾ കേൾക്കുമ്പോഴേക്കും കരയുന്ന ഭാര്യയെ കാണും. ഒരുപക്ഷെ ഇത് എൻ്റെ എന്തോ കുറവാണോ എന്ന് വിചാരിച്ച് ഭർത്താക്കന്മാർ അതിനെ ഒരു പ്രശ്നമായി കണ്ട് അതിന് പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടായിരിക്കും. ഒരിക്കൽ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ദമ്പതികൾ പറഞ്ഞ ഒരു കാര്യം, ഭാര്യ എപ്പോഴൊക്കെ ആ ഭാര്യയുടെ അനിയത്തിയെക്കുറിച്ച് പറയുമോ അപ്പോഴൊക്കെ ഭർത്താവ് കരയും എന്നുള്ളതാണ്. ഭാര്യ അനിയത്തിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഭർത്താവ് കരയുന്നു. ഇതെന്തുകൊണ്ടാണ്? ആ ഭാര്യയുടെ അനിയത്തിയുടെ അതേ പ്രായത്തിലുള്ള ഒരു അനിയത്തി ഭർത്താവിനുണ്ടായിരുന്നു. രണ്ടുപേരും ഒരു ദിവസം നടന്നു പോകുന്ന സമയത്ത് ഒരു ബസ് ഇടിച്ച് തൻ്റെ കൺമുമ്പിൽ വെച്ച് ആ അനിയത്തി മരണപ്പെട്ടു പോവുകയായിരുന്നു. അപ്പോൾ ഭാര്യ സ്വന്തം അനിയത്തിയെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ പറയുമ്പോഴൊക്കെ ഈ ഭർത്താവിന് തൻ്റെ മരിച്ചുപോയ അനുജത്തിയെ ഓർമ്മ വരികയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞ് അദ്ദേഹത്തിന് കരച്ചിൽ വരികയുമാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഭാര്യ അത് മനസ്സിലാക്കാതെ ഭാര്യയുടെ വാദം പുരുഷന്മാരായി കഴിഞ്ഞാൽ കരയാൻ പാടില്ല എന്നുള്ളതാണ്. പുരുഷന്മാരായി കഴിഞ്ഞാൽ കരയാൻ പാടില്ല. അങ്ങനെയുണ്ടോ? പുരുഷന്മാരാണ് ഇമോഷണലി ഡ്രിവൺ എങ്കിൽ അവർക്ക് കരയാം. അവർക്ക് ഏതൊരു വികാരമാണെങ്കിലും അതിൻ്റേതായ രീതിയിൽ അത് പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ആ ഒരു അവസരവും എല്ലാവർക്കും ഉണ്ട്. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ ഭർത്താവിന് കരയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പണ്ടൊരു തമാശ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, ഒരു SI ഉണ്ടായിരുന്നു. ആ SIക്ക് കരയാനും അറിയില്ല, ചിരിക്കാനും അറിയില്ല. അദ്ദേഹത്തിന് ആകെ ഗൗരവം, ദേഷ്യം പിടിക്കാൻ മാത്രമേ അറിയൂ. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. മാതാവ് മരിച്ച സമയത്ത് അദ്ദേഹത്തിന് കരയണമെന്നുണ്ട്, പക്ഷേ കരയാൻ കഴിയുന്നില്ല. അപ്പോൾ വീട്ടിൽ മാതാവിൻ്റെ ശരീരമൊക്കെ അവിടെ ഇങ്ങനെ വെച്ച് സഹോദരിമാരും കുടുംബത്തിലുള്ള മറ്റെല്ലാവരും കൂടി ഇരുന്നിങ്ങനെ കരയുക. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാമായിരുന്നു അമ്മ പോയേ എന്ന് പറഞ്ഞിങ്ങനെ കരയുമ്പോൾ കൂട്ടത്തിൽ ഇദ്ദേഹം കൂടിച്ചേരും, എൻ്റെ എന്നും പറഞ്ഞുകൊണ്ട്. വീണ്ടും അവർ പറയും ഞങ്ങളുടെ എല്ലാമായി അമ്മ പോയേ. വീണ്ടും ഇദ്ദേഹം പറയും എൻ്റെ എന്നതുപോലെ ആയിപ്പോകരുത്. ഓരോ ഇമോഷനും അതിൻ്റേതായ ഒരു രീതിയിൽ പ്രകടിപ്പിക്കേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചില ഭർത്താക്കന്മാർ പറയുന്നത് എൻ്റെ ഭാര്യ അനങ്ങിയാൽ കരയുന്ന കൂട്ടത്തിലാണ്. മേ ബി അവർ അല്പം കൂടെ ഇമോഷണലി ഡ്രിവൺ പേഴ്സണാലിറ്റി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത്രക്കാർ അല്പം കൂടെ സങ്കടം വരുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കപ്പെടാത്ത എന്തെങ്കിലും ദുഃഖങ്ങളോ വിഷമങ്ങളോ കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ വീണ്ടും ഒരു സങ്കടം കൂടെ പുതിയതായിട്ട് കേൾക്കുന്ന സമയത്ത് അത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യുകയും അതൊരു വലിയ സങ്കടത്തിലേക്ക് കരച്ചിലേക്ക് പോവുകയും ചെയ്തിരിക്കാം. ഒരുപക്ഷെ സ്വന്തം മാതാവ്, ഒരു പെൺകുട്ടിയുടെ സ്വന്തം മാതാവ് സ്വന്തം പിതാവിൽ നിന്ന് വേണ്ടത്ര സ്നേഹം കിട്ടുന്നത് കാണാതെ വളർന്ന, അല്ലെങ്കിൽ സ്നേഹം കിട്ടുന്നത് കണ്ടു വളരാൻ സാധിക്കാത്ത ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിക്ക് തൻ്റെ സ്വന്തം ജീവിതത്തിലും ഭർത്താവിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അവഗണന വരുമ്പോൾ മറ്റ് സാധാരണ ഒരു പെൺകുട്ടിക്ക് വേദനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പെൺകുട്ടിയുടെ കണ്ണിൽ കണ്ണുനീര് വരികയും മനസ്സിൽ സങ്കടം വർദ്ധിക്കുകയും അതൊരു പക്ഷേ ഭർത്താവിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭർത്താക്കന്മാരും ഭാര്യമാരും ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഒരു തവണ ഒരു കേസിൽ അനലൈസ് ചെയ്ത സമയത്ത് മനസ്സിലായ ഒരു കാര്യം, ഒരു പുരുഷൻ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മാതാവും വളരെ ചെറിയ പ്രായത്തിൽ രണ്ടുപേരും ഒന്നിച്ച് തന്നെ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു പ്രായമായപ്പോഴത്തേക്കും 28 വയസ്സിൽ അദ്ദേഹം കല്യാണം കഴിക്കുന്ന സമയമായപ്പോഴത്തേക്കും ഒരു ദാമ്പത്യ ജീവിതം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ അമ്മയിൽ നിന്ന് കിട്ടാതെ പോയ, പിതാവിൽ നിന്ന് കിട്ടാതെ പോയ മുഴുവൻ സ്നേഹവും ലാളനയും കെയറിങ്ങും സ്വന്തം ഭാര്യയിൽ നിന്ന് കിട്ടണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ അല്പം ആ ഒരു തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നില്ല. എന്താണ് ഇയാൾ എന്നിൽ നിന്ന് അല്പം കൂടുതൽ പ്രതീക്ഷിക്കുന്നത്? ഒരു ഭാര്യയിൽ കവിഞ്ഞ് പലതും ഇയാൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന പരാതിയാണ് ഭാര്യ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമോഷണൽ ഡിഫറൻസ്, വൈകാരികമായ വ്യത്യാസങ്ങൾ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത്
ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും ഒരു കറുത്ത പുള്ളി വീഴുവാനും ആ കറുത്ത പുള്ളി സാവധാനം വളർന്ന് ഇവൾ ഞാൻ വിചാരിച്ച പോലെ അല്ല എന്ന് ഭർത്താവും ഇദ്ദേഹം ഞാൻ കരുതിയതുപോലല്ല എന്ന് ഭാര്യയും പറയുകയും അതൊരു പക്ഷേ ഇവർ തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുവാനും സാധ്യതയുണ്ട്. സോ ഇമോഷണൽ ഡിഫറൻസ്, വൈകാരികമായ വ്യത്യാസങ്ങൾ, ഇമോഷണൽ പേഴ്സണാലിറ്റി ഡിഫറൻസ് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരോഗ്യകരമായ ഇമോഷണലി കൂടി ഹെൽത്തി ആയുള്ള ഒരു ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.